ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് നോക്കുന്നത് വെസ്റ്റ് 36-യും വേസ്റ്റ് അരവണ്ണം 30 ഉള്ള ഒരു മെഷർമെൻറ്റ്സ് ആണ്. ഞാൻ ഈ ചെയ്യുന്ന അളവുകളൊക്കെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡീപ്പ് നെക്കാണ് ഇവിടെ ഷോൾഡർ റെഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഇവിടെ ഒരു ലൈനിലാണ് നമ്മൾ ചെയ്തിരുന്നത്. ഈ മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്ത് 14.5, അപ്പർ ചെസ്റ്റ് 35, ബസ്റ്റ് 36.5, വേസ്റ്റ് 30, ഷോൾഡർ 14.5, ആം ഹോള് 15.5. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിന് ഫുൾ ലെങ്ത്ത് 14.5 അത് നമുക്ക് പോയിന്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് 0 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം, ഇവിടെ 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് 0യിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് പോയിന്റ് ചെയ്യുക. സെയിം ഇവിടെയും അത് തന്നെ 1 ഇഞ്ച് പോയിന്റ് ചെയ്യുക. ഇനി ഒരു ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിന് ഈ 1 ഇഞ്ച് കൊടുത്തതിന് ഒരു ലൈൻ വരയ്ക്കുക. അതിന് നമുക്ക് 2 എന്ന നമ്പർ കൊടുക്കുക. സെയിം. ഇനി അടുത്തത് 0യിൽ നിന്ന് ഈ ഇങ്ങോട്ട് ഹാഫ് ഷോൾഡർ. ഇപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് 14.5, അപ്പോൾ 14യുടെ പകുതി 7.25. അപ്പോൾ 7.25 0യുടെ ലൈനിൽ പോയിന്റ് ചെയ്യുക. 7.25 7.25. ഇതിന് നമുക്ക് 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി അവിടെ നിന്ന് അടുത്തത് 0യിൽ നിന്ന് 3 ഇഞ്ച് നെക്ക് റൗണ്ട് കൊടുക്കുക. നെക്ക് റൗണ്ടിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഏകദേശം 3 ഇഞ്ച്. അപ്പോൾ ഇതിന് നമുക്ക് 4 എന്ന് കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഈ 2ൻ്റെ ഈ ലൈനിൽ ഷോൾഡർ തന്നെ കൊടുക്കുക, ഹാഫ് ഷോൾഡർ. അപ്പോൾ 0 to 3 സെയിം. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് 0 to 4ൽ നിന്ന് വെച്ചിട്ട് താഴേക്ക് 7.25 എവിടെയോ തന്നെ അവിടെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി 4ഉം 5ഉം കൂടി ജോയിൻ ചെയ്യണം. 4 to 5 ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി 2ൽ നിന്ന് നമ്മുടെ ആം ഹോൾ ഡെപ്ത് കാണാനായിട്ട് 2ൽ നിന്ന് അപ്പർ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് 35ന് 2 കൊണ്ട് 2 ഇഞ്ച് കൂട്ടി, അപ്പോൾ 37ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9.25 കിട്ടി. അത് അടയാളപ്പെടുത്തുക, 9.25. ഇതിന് നമുക്ക് 6 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ ഇവിടെ നിന്ന് ഈ 6 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 3/4 ഇഞ്ച് പോയിന്റ് ചെയ്യുക. ഇതിന് നമുക്ക് 7 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. ഈ 7ൽ നിന്ന് 5 എന്ന് പറഞ്ഞ ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ് നോക്കുക, ഏകദേശം 1.25. ഓക്കെ, ഇനി നമ്മുടെ ആം ഹോൾ എത്രയാണ് നോക്കുക. ആം ഹോൾ എത്രയാണ്? 15.5യുടെ പകുതി 7.75. അപ്പോൾ ഈ 7.75 നമ്മൾ ഈ കിട്ടിയ 5 to 7 എത്രയാണോ അത് 1.25 ആ 1.25 ഒരു പോയിന്റ് ഇത്. അപ്പോൾ അത് 5 എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് 7.75 എവിടെ വന്നോ അവിടെ പോയിന്റ് ചെയ്യുക. ഇനി 5 to 2 2 to 5 എത്രയാണോ അത് സെയിം തന്നെ ഇവിടെയും പോയിന്റ് ചെയ്യുക. സെയിം പോയിന്റ് തന്നെയാണ്. ഇനി ഇപ്പോൾ ഈ പോയിന്റ് നമുക്ക് 8 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 5 to 8 എത്രയാണോ സെയിം നമുക്ക് ഇവിടെ 2ൽ നിന്ന് പോയിന്റ് ചെയ്യുക. ഇതിന് നമുക്ക് 9 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. ഈ 9 to 8 ഒരു ലൈൻ വരയ്ക്കുക. 6.25 ഒരു പോയിന്റ് സെയിം. 2ൽ നിന്ന് 6.25 ഒരു പോയിന്റ്. ഈ 5 to 8 ഒരു ലൈൻ വരയ്ക്കുക. അല്ല, 9 to 8 ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി 5 to 8 ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. 5 to 8ൻ്റെ മിഡ് പോയിന്റ് കാണുക. ഇതിന് നമുക്ക് സ്മോൾ ലെറ്റർ എ കൊടുക്കാം. ഈ എയിൽ നിന്ന് 4 ഇഞ്ച് ഉള്ളിലേക്ക് പോയിന്റ് ചെയ്യുക. അതിന് നമുക്ക് ബി എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം, ലെറ്റർ കൊടുക്കാം. ഇനി അത് ലൈൻ ചെയ്യുക. ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട്
5 നിന്ന് ബിയിലേക്ക്. ഓക്കെ ഓക്കെ ഈ നമ്മൾ അപ്പർ ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ 2 നിന്ന് 6 ദൂരം എത്രയാണോ സെയിം തന്നെയാണ് 9 to 10. അപ്പോൾ അത് എത്രയാണ്? അപ്പർ ചെസ്റ്റിന് 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സെയിം നമുക്ക് 9.25 കിട്ടും. അപ്പോൾ അത് പോയിൻ്റ് ചെയ്യുക. ഓക്കെ ഇതിവിടെ നമുക്ക് 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഇത് വരക്കാം. നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ബിയിൽ നിന്ന് 10ലേക്ക് ജസ്റ്റ് വരയ്ക്കുക. ഇത് അളന്ന് നോക്കുക. നമുക്ക് 7.75 കിട്ടണം. ഓക്കെ 7.75 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് ചെയ്ത് വരക്കുക. ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ബെസ്റ്റ് ഡെപ്ത് കാണണം. ബെസ്റ്റ് ഡെപ്ത് ഇവിടെ 9 ഇഞ്ചാണ്. അതിന് ആദ്യം നമ്മൾ അപ്പെക്സ് വിഡ്ത്ത് നിപ്പിൾ ടു നിപ്പിളിൻ്റെ അതിൻ്റെ അളവ് നോക്കുക. ഇപ്പോൾ ബെസ്റ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത അളവ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് 36 36 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3.6 സംതിങ് കിട്ടും. അപ്പോൾ നമുക്ക് 3.25 കൊടുക്കാം. ഓക്കെ ഇനി അത് ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഈ ലൈനിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ എ കൊടുക്കാം. ഈ എയിൽ നിന്ന് താഴത്തേക്ക് 9 ഇഞ്ച് എവിടെയാണോ വരുന്നത് നമ്മുടെ ബെസ്റ്റ് ഡെപ്ത് എന്ന് പറയുന്നത് ബെസ്റ്റ് പോയിൻറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നമുക്ക് എത്രയാണ്? 3.25 അല്ലേ? അപ്പോൾ അത് പോയിൻ്റ് ചെയ്യുക. ഇവിടെ നിന്നും സെയിം 3.25 തന്നെ. ഇനി നമുക്ക് നമ്മൾ ഈ എയിൽ നിന്ന് താഴത്തേക്ക് 9 വെക്കുമ്പോൾ ഈ 9 എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ വെക്കുമ്പോൾ 9 അത് വെക്കുമ്പം ഇവിടെ നമുക്ക് ഈ 2ൻ്റെ ഈ ലൈനിൽ ഒരു പോയിൻ്റ് കിട്ടും. ഇതിന് നമുക്ക് ബി എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ ബിയിൽ ടേപ്പ് വെച്ച് അളക്കുമ്പോൾ എത്ര കിട്ടും നോക്കാം. 8.1 കിട്ടും. അപ്പോൾ ഈ 2വിൽ നിന്നും താഴത്തേക്ക് 8.1 പോയിൻ്റ് ചെയ്യുക. ഇനി ഈ പോയിൻറ്റിന് നമുക്ക് 11 ഇപ്പോൾ ഈ പോയിൻറ്റിന് 11 കൊടുക്കുക. ഈ പോയിൻറ്റിന് 12 എന്നൊന്നും കൊടുക്കുക. ഈ 11 to ഇത് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ ഇനി അടുത്തത് ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഫുൾ ലെങ്ത് അല്ലേ? ഓക്കെ ഈ ഫുൾ ലെങ്ത് നമ്മുടെ എത്രയാണ് വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് 30 ഇഞ്ച്. അപ്പോൾ 30 ഇഞ്ചിന് 1 ഇഞ്ച് ലൂസ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ലൂസ് നിങ്ങൾ മെഷർ ചെയ്യണതിൻ്റെ അളവനുസരിച്ചിട്ടാണ് ലൂസ് കൂട്ടുന്നത്. ഓക്കെ അപ്പോൾ വേസ്റ്റ് അളവിന് 1 ഇഞ്ച് ലൂസ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് 31 കിട്ടി. 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 7.75 കിട്ടും. ആ 7.75 ഓക്കെ 7.75 ഇവിടെ പോയിൻ്റ് ചെയ്യുക. ഓക്കെ ഇനി അടുത്തത് ഇതിന് നമുക്ക് 12 13 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 12 10ഉം 13ഉം കൂടി ജോയിൻ ചെയ്ത് വരക്കുക. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവ് നമ്മൾ ഇവിടെ അളന്നിട്ടില്ല. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം. ബെസ്റ്റ് അളവ് കാണാനായിട്ട് നമ്മൾ ബെസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മൾ ലൂസ് കൂട്ടുന്നത്. അപ്പോൾ ബെസ്റ്റ് പ്ലസ് 1 ഇഞ്ച് ഞാൻ അധികം ഇവിടെ കൂട്ടുന്നില്ല, കാരണം 1 ഇഞ്ച് മതിയാകും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ബെസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ 36യുടെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ 37. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് 9.37 കിട്ടും. അപ്പോൾ 9.5 കഴിഞ്ഞ് ഒരു പോയിൻറ്റ് നമുക്ക് പോയിൻ്റ് ചെയ്യാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും അതിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ ഇനി 12 to 11 ഈ അളവ് എത്രയാണ്? അപ്പോൾ നമ്മൾ എടുത്താൽ 3.25 ഈ 1ൽ നിന്ന് 3.25 കൊടുക്കുക. ഓക്കെ ഇനി നമുക്കതിന് 14 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇനി 14 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്ത് ഇനി 14ഉം ഈ 11ഉം കൂടി ജോയിൻ ചെയ്ത് വരക്കുക. ഓക്കെ ഇനി നമുക്ക് 0യിൽ നിന്ന് നമുക്ക് എത്രയാണോ നമുക്കിവിടെ ഈ കഴുത്തിൻ്റെ ഇവിടെ ലൂസ് വരില്ലേ. ഇപ്പോൾ ഈ കഴുത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ലൂസ് നമ്മൾ
ഇവിടെയാണ് നമ്മൾ പിടിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഷോൾഡറിലാണ് പിടിക്കാറ്, നമ്മളിപ്പോൾ ഇവിടെയാണ് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഷോൾഡർ സാധാരണ നമ്മൾ ഇവിടെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ പുതിയ കട്ടിങ്ങിൽ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇത് ഒരു ഇതിൽ നമ്മൾ ഇവിടെയാണ് ഒരു ലൈൻ വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കുറച്ചത്. ഇതിപ്പോൾ നോക്കൂ, 0യിൽ നിന്ന് നമ്മളിപ്പോൾ ബാക്കിൽ ഒരു 9.5 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം 2.25 2 ആ ഒരു അളവ് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു 0യിൽ നിന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ചും പോയിന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 0യിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത് വൈ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇനി ഈ എക്സിൽ നിന്ന് 12ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എക്സിൽ നിന്ന് 12ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. 11ൽ നിന്ന് വൈയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ സെൻറ്റർ പോയിന്റിലേക്കാണ് ഈ വര വരച്ചിരിക്കുന്നത്. ഓക്കെ, ബെസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ്. അപ്പോൾ നമ്മൾ ബെസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഇത് ബാക്ക് വശമാണ്, അപ്പോൾ അതിൽ നമ്മൾ ബെസ്റ്റ് അളവും കൂടി അളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ 11 to 12 നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. ഇവിടെ 11 വരെ നമുക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടിയിൽ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യാം. ഈ സൈഡ് വശവും നമുക്ക് കറക്റ്റ് ചെയ്ത് വരക്കാം, അല്ല കട്ട് ചെയ്യാം. ഇനി ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെയും കട്ട് ചെയ്യാം. 4 വരെ, 4ൽ നിന്ന് 5ലേക്ക്, 5ൽ നിന്ന് 7. ഓക്കെ, ഇത് നമുക്ക് വൈയിൽ നിന്ന് 11ലേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞ വീഡിയോസ് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇത് അറ്റം വരെ എത്തിക്കരുത്, ഒരു പോയിന്റിൽ വിട്ടേക്കുക, നമുക്കല്ലെങ്കിൽ ഇത് ഇട്ടുപോകും. ഓക്കെ, ജസ്റ്റ് വിടാറായി നിൽക്കുന്നതാണ്. ഇത് നമുക്കിത് ഇപ്പോൾ ഈ കട്ട് ചെയ്തേക്കുന്ന ഈ ലൈൻ ഇങ്ങോട്ട് ഈ എക്സിൻ്റെ ഈ ലൈനിലോട്ട് വയ്ക്കാം. ഓക്കെ, ഇതിങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ലൈൻ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും റിഡ്യൂസ് ചെയ്തു, നമ്മുടെ ഷോൾഡർ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വരക്കാം. നമുക്ക് ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഒരു 2.25 ഷോൾഡർ വെക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇവിടെ 9.5 ഇഞ്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 9.5 റേഞ്ച് പോകാൻ നമുക്ക് നോക്കാം, വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു 1.5 ഇഞ്ച് നീക്കിയിട്ടിട്ട് ഒരു പോയിന്റ് വെച്ചിട്ട് ഞാൻ സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം, ഞാനിപ്പോൾ ഇത് കൊടുത്തേക്കണമെന്നേ ഉള്ളൂ.
സ്ക്വയർ കൊടുക്കുക, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്വയർ കൊടുക്കുക, എന്ത് നെക്ക് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇത് പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഒരു നെക്ക് പറഞ്ഞൊക്കെ വേണം, അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ അകലം എന്ന് പറയുന്നത് 1.5 ഇഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത് തുണിയിൽ വരയ്ക്കുമ്പോഴേക്കും 1.5 ഇഞ്ച് ഇടണ്ട, 1 ഇഞ്ച് ഇട്ടാൽ മതി. ബാക്കി ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ബാക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും അത് തമ്മിൽ വെച്ച് നോക്കിയിട്ട് ഇപ്പം ഇങ്ങനെ പൊങ്ങി, ഈ ഭാഗം ഇങ്ങനെ നല്ല പൊങ്ങിയായിട്ട് നിൽക്കണമെങ്കിൽ അത് നമ്മൾ തയ്ക്കുമ്പോഴും അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇവിടെ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബാക്കും കൂടി കട്ട് ചെയ്തിട്ട് അത് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിങ്ങനെ ഈ റൗണ്ട് നമുക്ക് ഇതിങ്ങനെ കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടും കൂടി കട്ട് ചെയ്യാൻ നേരത്ത് നമുക്കത് നോക്കാം. ഓക്കെ, ഇത് ഇപ്പം നമുക്ക് തുണിയിലോട്ട് വെക്കുമ്പോഴേക്കും ഈ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇടാം. ഇതിങ്ങനെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ഈ ഇത് തന്നെ നമുക്കിനി ഉണ്ടാ ഇത് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് ബോട്ട് നെക്കിനായാലും ഈ ഒരു പാറ്റേൺ തന്നെ മതി. ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷോൾഡർ നമുക്ക് ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനിത് ഇവിടെ കട്ട് ചെയ്യണില്ല. ഇത് നമ്മൾ തുണിയിലോട്ട് വെച്ച് വെട്ടാൻ നേരത്ത് അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ നേരത്ത് എല്ലാവരും കാണുക. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക.